സ്റ്റഡി ട്രാവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഹർ എന്ന പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ കഥയിൽ ഫർഹാദ് ഒരു സ്വപ്നം കാണുന്നിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. ബേ സപ്നെ ദേഖ്തെ ദേഖ്തെ ജിഗ് ജാത്തേ ഹെ. എന്താണ്? ഫർഹാദ് സ്വപ്നം കണ്ട് ദേഖ്തെ ദേഖ്തെ കണ്ട് ജിഗ് ജാത്തേ ഹെ, ഉണരുന്നു. ശുഭോ ജാഗെ, രാവിലെ ഉണർന്ന്, പലങ്കി നീച്ചെ, കട്ടിലിൻ്റെ താഴെ, രക്കി ചപ്പൽ മേം പയർ ദിയാത്ത ഉന്നെ ഗുദ്ഗുദി ഹുയി. എന്താണ്? ചപ്പൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പ്, പയർ ദിയ കാല് വെച്ചപ്പോൾ, ചെരുപ്പിലേക്ക് കാല് വെച്ചപ്പോൾ, ഉന്നെ ഗുദ്ഗുദി ഹുയി, ഇക്കിളി ഉണ്ടായി. ഗുദ്ഗുദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിളി ഉണ്ടായി. ഉൻഹോനെ ദേക്കാക്കി, അദ്ദേഹം നോക്കി, തീൻ നന്നി മേടക്കിയാം എന്ന് പറഞ്ഞാൽ തവള കുഞ്ഞുങ്ങൾ. ചപ്പൽ പർ ഏക് ദൂസരെ സെ സട്ടി വൈട്ടി ഹെ. എന്താണ്? ചെരുപ്പിൽ ഏക് ദൂസരെ സെ, അവർ പരസ്പരം സട്ടി വൈട്ടി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്നിരിക്കുക. ഉനോനെ ചപ്പൽ കോ ഹൈസ്തേസെ ഉടായ, പതിയെ എടുത്തു. ഐസ്തേസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ എടുക്കുക. तीनों मेढकियों को दूसरे हाथ की हथेली पर ले लिया. तीनों मेढकियों को, 3 കുഞ്ഞുങ്ങളെയും, ദൂസരെ ഹാത്തിക്ക്, മറ്റേ കൈയുടെ, ഹതേലി പർ, ഉള്ളം കൈയിൽ, ലേലിയ, എടുത്തു. ഉൻകി ഹതേലി പർ, അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ, വേ കിസി തീൻ, അതെങ്ങനെയായിരുന്നു കണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. 3 തീൻ എന്ന് പറഞ്ഞാൽ 3, പങ്കുടിയോ വാലെ, ഇതളുകളുള്ള, ഹരേ ഫൂൽക്കി തര, പച്ച പൂവ് പോലെ, ലഘുരഹീതി, കാണപ്പെട്ടിരുന്നു. എന്താണ്? അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ 3 ഇതളുകളുള്ള ഒരു പച്ച പൂവ് പോലെ തോന്നിച്ചു. വേ കുച്ച് ദേർ ഉന്നെ ഹതേലി പർ ലേലിയ, അദ്ദേഹം ഉള്ളംകൈയിൽ എടുത്തു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ബാഹർ ഹവാമേ ടഹൽനേ ലഗ, കാറ്റത്ത് ഉലാത്തിക്കൊണ്ടിരുന്നു. എപ്പോൾ വരെയാ? വേ തബ് തക് ടഹൽത്തേ രഹേ, എപ്പോൾ വരെയാണ്? ജബ് തക് കി, അതുവരെയും, അപ്പോൾ വരെ. വേ തീനും ഏക് കർ കുത് ന ഹുയി, അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളംകൈയിൽ അദ്ദേഹം എത്ര നേരമാണ് വെച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അതുങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് പുറത്ത് ചാടി പോകുന്നിടം വരെയും അദ്ദേഹം അങ്ങനെ തന്നെ തുടർന്നു എന്നാണ് പറയുന്നത്. ബാക്കി നോക്കാം. ജബ് വേ ഹർമേ ഹേൽനെ ലഗി, അവർ വീട്ടിൽ കളിക്കാൻ തുടങ്ങി. വേ അയനയ്ക്ക് സാമനെ ഹടേ ഹോക്കർ, അയന എന്ന് പറഞ്ഞാൽ കണ്ണാടി, കണ്ണാടിക്ക് സാമനെ, മുന്നിൽ, ഹടേ ഹോക്കർ, നിന്നുകൊണ്ട്, മുസ്കുരാനെ ലഗേ, ചിരിക്കാൻ തുടങ്ങി. തബി ഉന്നെ അയനയമ്മൻ ചിപ്കിലി ദിഖി, അപ്പോഴാണ് നമ്മുടെ അയനയിൽ, കണ്ണാടിയിൽ ചിപ്കിലിനെ കാണുന്നത്. ആരാ കണ്ടത്? ഫർഹാദ്. നൈ ഹർമേ ഉന്നെ ഉൻ ദോനോങ്കി, അവർ 2 പേരുടെയും, യഹി പഹലി മുലാഹാത്തി, ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു. അത്രയുമാണ് ഈ കഥയിലുള്ളത്. നല്ലൊരു കഥയായിരുന്നു. നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസും കൂടെ നോക്കാം. വേർഡ് മീനിങ്സ് നോക്കാം. സി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തിൽ. ചിപ്കിലി, പല്ലി. ഗിർഗിഡ്, ഓന്ത്. ഫുൽന, വീർക്കുക. പിച്കന, ചുരുങ്ങുക. രംഗു ബദൽന, നിറം മാറ്റുക. ജിക്കർ കർണ, പരാമർശിക്കുക. ഗിർഗിഡി അബാജുമേ, ഓന്തിൻ്റെ ശബ്ദത്തിൽ. ഗിർഗിഡായ, ഓന്ത് പറഞ്ഞു. ദുഫർ, ദുസ്സഹം. സലിക്ക, അന്തസ്. ദരാജ് മാർക്കറ്റ്, വലിയ ചന്ത. തജൂബ്, അനുഭവം. ഉവാസി ലെന, കോട്ടവായി ഇടുക. കിഖി ബന്ദ് ജാന, സൗണ്ട് പുറത്തു വരാത്ത രീതിയിൽ. ടിക്ന എന്ന് പറഞ്ഞാൽ താമസിക്കുക. ഫല, ഫല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്. ഗുജർന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുകൂടുക. ഇരാദ, തീരുമാനം. ബച്ചാഗുച്ച, ബാക്കിയുള്ള. ഭക്ത് എന്ന് പറഞ്ഞാൽ സമയം. ചാരോ ഔർ നജർ ഗുമാന, 4 പാടും നോക്കിക്കൊണ്ട്. മക്കടി, ചിലന്തി.
ദോഹറാന ആവർത്തിക്കുക, ബദ്കിസ്മതി ദൗർഭാഗ്യം, ശകാഹാരി സസ്യാഹാരി, ജഗ് തിളക്കമുള്ളത്, പുതായി ലേപനം ചെയ്യപ്പെട്ട, പപ്പടി ചുമരിൽ നിന്നും അടർന്നു വീഴുന്ന ഭാഗമാണ്, കർബട്ട് ബദൽന തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതിനാണ്, സവാലിയ ആങ്കോംസെ ചോദ്യഭാവത്തിൽ, പുസ്പുസാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറുപിറുക്കുക. അടുത്തത് മുലാഹാത്ത് കണ്ടുമുട്ടുക, മൗക്ക അവസരം, തത്തയ്യ കടന്നൽ, ഗയാബ് ഹോന കാണാതാകുക, ഗിൽഹരി അണ്ണാൻ, ലേനേദേന നഹി ഒരു ബന്ധവുമില്ല, ടിക്കാനെ കി ഔർ റുക്ക് കർണേക്ക അതായത് താമസത്തോട്ട് പോകുക എന്നാണ് കേട്ടോ. മച്ചർദാനി കൊതുകുവല, ബുഖാരി നെരിപ്പോട്, മടക്കി ചെറിയ മൺകുടം, ജാല ചിലന്തിവല, മക്കി ഈച്ച, പല്ലങ്ക് കട്ടില്, ഗുദ്ഗുദി ഹോന ഇക്ലിയാകുക, മേടക്കിയ തവളകൾ, അഹിസ്തേസെ പതിയെ, ഹതേലി കൈവെള്ള, പങ്കുടിയ ഇതളുകൾ, ടഹൽന ഉലാത്തുക. ഇത്രയുമാണ് വേർഡ് മീനിങ്സ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ബാക്കി വേർഡ് മീനിങ്സൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് അതിൽ എഴുതിയിട്ടുണ്ടാവുന്നു. എല്ലാവരും അത് ശ്രദ്ധിക്കുക. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലിക്കോ കിൻക ഖറെ പ്രകൃതി ആരുടെയെല്ലാം വീടാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഒരെണ്ണം തന്നിട്ടുണ്ട്, ഫർഹാദ് ഖഹർ. അടുത്ത ആളാരാ? തത്തയ്യ കടന്നൽ, മച്ചർ മക്കി, മക്കടി ചുഹെ, മേടക്കിയ ചിപ്കിലി. ഇതെല്ലാം നമ്മൾ ക്ലാസ് ഭാഗത്ത് പഠിച്ചതാണ്. അതിൻ്റെ അർത്ഥങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നോക്കാം. ദേക്കോ ബാക്കി കൈസെ ബനാത്തെ ഹെ ഒരു വാക്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഉനോനെ ലൈറ്റ് ജലായി അദ്ദേഹം ലൈറ്റ് ഓണാക്കി. ഉനോനെ ഹർ ജഹ്ക്ക് ലൈറ്റ് ജലായി അദ്ദേഹം എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓണാക്കി. ഉനോനെ മക്കാൻമേ ഹർ ജഗക്ക് ലൈറ്റ് ജലായി വീട്ടിലെ ലൈറ്റ് എല്ലാം ഓണാക്കിയെന്ന്. അത് കഴിഞ്ഞ് ഉനോനെ നയി മക്കാൻക പുതിയ വീട്ടിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ചെയ്തു. ഉനോനെ അപ്പനെ നയി മക്കാൻമേ ഹർ ജഹ്ക്ക് ലൈറ്റ് ജലായി അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓണാക്കി. ഉനോനെ ദോ കമറെ കിച്ചൺ ഔർ വരാംദേ വാലെ അപ്പനെ നയി ഹർ മക്കാൻമേ ഹർ ജഹ്ക്ക് ലൈറ്റ് ജലായി 2 മുറിയിലേത്, കിച്ചണിലേത്, വരാന്തയിലേത് അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓണാക്കി. ഇനി അതുപോലെ ഒരെണ്ണം നമുക്കുണ്ടാക്കാൻ തന്നിട്ടുണ്ട്. വാക്യക്കു ആകെ ബിടാവോ ഈ വാക്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫർഹാദ് ടഹൽനെ നിക്ല ഉലാത്താൻ ഇറങ്ങി. ഫർഹാദ് ഹവാമേ ടഹൽനെ നിക്ല ഫർഹാദ് കാറ്റിൽ ടഹൽനെ ഉലാത്താൻ ഇറങ്ങി. ഫർഹാദ് ബാഹർ ഹവാമേ പുറത്ത് ഉലാത്താൻ കാറ്റിൽ ഉലാത്താൻ തുടങ്ങി. ഫർഹാദ് മേടക്കിയങ്കോ ലേക്കർ തവള കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്ത് കാറ്റത്ത് ഉലാത്താൻ തുടങ്ങി. ഫർഹാദ് തീൻ മെടക്കിയോങ്കോ അതായത് 3 തവളകളെയും കൊണ്ട് ലേക്കർ ബാഹർ ഹവാമേ ടഹൽനെ നിക്ല. അടുത്തത് എന്താണ്? ഫർഹാദ് നന്നി ഞാടെ പകുതിയേ ഉള്ളൂ കേട്ടോ, ഇവിടെ ഫുൾ എഴുതിയിട്ടുണ്ട്. നന്നി തീൻ മേടക്കിയോങ്കോ ലേക്കർ ബാഹർ ഹവാമേ ടഹൽനെ നിക്ല. മനസ്സിലായല്ലോ ഒരു വാക്യം എങ്ങനെയാണ് അത് കൂട്ടിച്ചേർത്ത് വലുതാക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രേഖാങ്കിത് ശബ്ദുപ്പർ ധ്യാൻ ദേ അടിവരയിട്ട ഭാഗത്ത് ശ്രദ്ധിക്കുക. ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയേ കഹ ഗിർഗിഡ് നിറം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഫർഹാദിനെ ചപ്പൽക്കോ അഹിസ്തേസെ ഉടായ ഫർഹാദ് ചെരുപ്പ് പതിയെ എടുത്തു. ചിപ്കലീനെ ചാരോ അവർ നജർ ഗുമാക്കർ ദേക്ക 4 സൈഡിലേക്ക് നോക്കി. ഇനി അതുപോലെ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗിർഗിഡിനെ ഉവാസി ലേത്തെ ഹുയെ കഹ ഗിർഗിഡ് എന്താണ്? കോട്ടുവാ വിട്ടുകൊണ്ട് പറഞ്ഞു. ചിപ്കലീനെ കോണേമേ ദേഖ്തെ ഹുയെ കഹ ചിപ്കിലി മുറിയുടെ കോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ചിപ്കിലിനെ മുസ്കുരാത്തെ ഹുയെ കഹ ചിപ്കിലി ചിരിച്ചുകൊണ്ട്
പറഞ്ഞു. ഇത്രയും കൊണ്ട് ഇന്ന് നിർത്തുകയാണ്. ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്